ഹായ് ഓൾ, നീറ്റ് ഫിസിക്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം എന്ന് നോക്കാം. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മൾ ആദ്യമായി എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് ആർ എം എസ് വാല്യൂസിലുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ സൈൻ വേവിനെ കുറിച്ചാണ്. നമ്മളൊരു സൈൻ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ വഴിയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും വോൾട്ടേജിനെയും കാണിക്കാറ്. അവിടെ ബേസിക്കായിട്ട് നിങ്ങൾ കാണുന്ന ഇക്വേഷൻ ഉണ്ട്. കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ I0 സൈൻ ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആംഗിളാണ്. അതുപോലെ വോൾട്ടേജ് വി എന്ന് പറഞ്ഞാൽ V0 സൈൻ ഒമേഗ ടി. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആംഗിളുകളൊക്കെ കാണുക. അപ്പോൾ ഈ ഇതിൻ്റെ ബേസിലാണ്, ഈ ഒരു സൈൻ വേവിൻ്റെ ബേസിലാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആവറേജ് എന്ന് പറയുമ്പം ഇത് നോക്കുക, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളുമാണ്. ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. ആ ഫുൾ സൈക്കിളിലെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നാല് നോക്കിയേ, ഇവിടെ പോസിറ്റീവ് വാല്യൂസും ഇവിടെ നെഗറ്റീവ് വാല്യൂസും ആണ്. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം എടുക്കണം. ആ പോസിറ്റീവും നെഗറ്റീവും കൂടെ സം എടുക്കുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് ആവറേജ് വാല്യൂ ഓഫ് AC സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് I ആവറേജും 0 V ആവറേജും 0 ഓവർ വൺ ഫുൾ സൈക്കിൾ. ഒരു ഫുൾ സൈക്കിളിലെ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആവറേജ് വാല്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആവറേജ് വാല്യൂ ഓഫ് AC ഫോർ വൺ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എത്ര എടുക്കുക? ആൻസർ 0 ആയിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ആവറേജ് വാല്യൂവിനെ കുറിച്ച് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് RMS വാല്യൂസിനെ കുറിച്ചാണ്. RMS വാല്യൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ RMS വാല്യൂ ഓഫ് AC എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ബൈ √2. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇക്വേഷനിൽ കാണുന്ന ഈ സൈനിന് മുമ്പായിട്ട് കാണുന്ന ഈ കോഎഫിഷ്യൻ്റ് ആണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ എന്ന് പറയും. അപ്പോൾ പീക്ക് വാല്യൂ ബൈ √2 എന്ന് പറയും. അതേസമയം VRMS എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും V0 ബൈ √2 എന്ന് പറയും. ഇങ്ങനെ ഇക്വേഷൻസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇങ്ങനെ വാല്യൂസ് I0ൻ്റെയും V0ൻ്റെയും വാല്യൂ തന്നിട്ട് V0 ദാറ്റ് ഈസ് IRMSഉം VRMS ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ പറയാം. ഒരു ഹാഫ് സൈക്കിളിലാണെങ്കിൽ ആവറേജ് വാല്യൂവിന് വാല്യൂ ഉണ്ട്. ഫുൾ സൈക്കിൾ ആകുമ്പോൾ ആവറേജ് വാല്യൂ ഇല്ല, പക്ഷേ ഹാഫ് സൈക്കിളിൽ എന്തുണ്ട്? ആവറേജ് വാല്യൂ ഉണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് 2V0/π അല്ലെങ്കിൽ 2I0/π. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പഠിക്കുന്നതാണ് റെക്ടാങ്കുലർ ഫംഗ്ഷൻ. റെക്ടാങ്കുലർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈൻ വേവ് പോലെ അല്ല. ഇവിടെ ഒരു സിഗ്നലുകൾ പോലെ, നമ്മുടെ ലോജിക് ഫംഗ്ഷൻസിലെ സിഗ്നലുകൾ പോലെയാണ് ഇരിക്കുക. അവിടെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, RMS വാല്യൂ എന്ന് പറയുന്നത് പീക്ക് വാല്യൂവിനോട് സെയിം ആയിരിക്കും. അപ്പോൾ റെക്ടാങ്കുലർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RMS വാല്യൂ പീക്ക് വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആണ് എന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി. ശരിക്കും RMS വാല്യൂ കണ്ടുപിടിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യും? I0ൻ്റെ വാല്യൂ തരും, എന്നിട്ട് RMS കണ്ടുപിടിക്കാൻ ചോദിക്കും. രണ്ടാമത്തെ രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഒരു ഇക്വേഷൻ പോലെ തരും. കറണ്ടിന് ഒരു ഇക്വേഷൻ തരികയാണ്. അതായത് A cos ωt പ്ലസ് B സൈൻ ωt. ആദ്യമേ ഞാൻ ചോദിക്കുകയാണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഓരോ ടേമുകളുടെയും ആവറേജ് വാല്യൂസ് കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ എയുടെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചു. എയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെയാണ്, മറക്കരുത്. കോൺസ്റ്റൻറ്റ്, ഇപ്പോൾ 5ൻ്റെ ആവറേജ് 5 തന്നെയാണ്. അപ്പോൾ എയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ A ആണ്. ഇത് ഓവർ വൺ സൈക്കിളിലാണ് നിങ്ങൾക്ക് ചോദ്യം വരിക. അടുത്ത കോസ് ഫംഗ്ഷൻ ആണ്. കോസ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, സൈൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിട്ട് കോസ് സൈൻ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കാണും. കൊസൈൻ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കമ്പൈൻ ചെയ്താണ് വരിക. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ 0 അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ 0 പ്ലസ് ബിയുടെ ആവറേജ് വാല്യൂ B തന്നെ, ഇത് 0. അപ്പോൾ എനിക്ക് എഴുതാം 0 ഈ ഇക്വേഷനിൽ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ. ഇനി RMS വാല്യൂ ആണ്. ഇക്വേഷൻ തന്നിട്ടാണ് RMS വാല്യൂ ചോദിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ആവറേജ് എടുക്കാൻ വേണ്ടി ആദ്യമേ സ്ക്വയർ ചെയ്യണം ആ ടേമിനെ. അതായത് ഈ രണ്ട് ടേമിനെ മാത്രം ഫുള്ളി സ്ക്വയർ ചെയ്യുക. ആ രണ്ട് ടേമിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പോൾ A സ്ക്വയർ ചെയ്യുമ്പോൾ A സ്ക്വയർ എന്ന് വരും. ഇവിടെ cos സ്ക്വയർ ωt എന്ന് വരും. അടുത്ത BA സ്ക്വയർ ചെയ്യുമ്പോൾ B സ്ക്വയർ എന്ന് വരും. B സ്ക്വയർ സൈൻ സ്ക്വയർ ωt എന്ന് വരും. ഇനി നിങ്ങൾ ആവറേജ് എടുക്കണം. A സ്ക്വയറിൻ്റെ ആവറേജ് അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് A സ്ക്വയർ തന്നെയാണ്. നമ്മൾ സൈൻ കൊസൈൻ ഫംഗ്ഷൻ്റെ ആവറേജ് ആണ് നമ്മൾ എന്ത് പഠിച്ചത്? ഒരു ഫുൾ സൈക്കിളിൽ 0 ആണ് പഠിച്ചത്. സൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെയും കൊസൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെയും ആദ്യത്തെ ടൈം പീരീഡിൽ ആവറേജ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 1/2 എന്നാണ്. ആ വാല്യൂ അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്. ഡിറൈവ് ചെയ്തെടുക്കുന്ന വാല്യൂ ആണ്, എയറിൽ നിന്ന് എടുത്ത വാല്യൂ ഒന്നുമല്ല, ഡിറൈവ് ചെയ്തെടുത്ത വാല്യൂസ് ആണ്. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സൈൻ സ്ക്വയർ ഫംഗ്ഷനോ കൊസൈൻ സ്ക്വയർ ഫംഗ്ഷനോ നിങ്ങളൊരു ഓവർ വൺ ടൈം പീരീഡ് കണ്ടാൽ നിങ്ങൾക്ക് അതിനെ ആവറേജ് എടുക്കുമ്പോൾ അതിന് പകരം 1/2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ ഞാനിവിടെ എന്ത് ചെയ്തു? A സ്ക്വയർ ഇൻറ്റു 1/2 എന്ന് കൊടുത്തു. B സ്ക്വയർ ഉണ്ട്, സൈൻ സ്ക്വയറിന് പകരം അതിനും 1/2 എന്ന് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ I സ്ക്വയർ ആവറേജ് എന്ന് കിട്ടി. അപ്പോൾ A സ്ക്വയർ/2
പ്ലസ് ബി സ്ക്വയർ ബൈ ടു, അല്ലെങ്കിൽ എനിക്ക് എഴുതാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ടു. റൂട്ട് മീൻ സ്ക്വയർ എന്നാണ് ആ പേര് ആലോചിച്ച് നോക്കുക. ആദ്യമേ സ്ക്വയർ ചെയ്ത് പിന്നെ മീൻ എടുത്ത് പിന്നെ റൂട്ട് എടുക്കണം. അപ്പോൾ ഇയാളുടെ റൂട്ട് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ആർ എം എസ് വാല്യൂ കിട്ടും. അപ്പോൾ ആർ എം എസ് വാല്യൂ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ടുവിൻ്റെ റൂട്ടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദ്യം നോക്കാം. സോ ചോദ്യമാണ് I = 3 + 4 cos ωt എന്നാണ്. ആദ്യമേ ആവറേജ് കണ്ടുപിടിക്കണം. എല്ലാവരും പറഞ്ഞ് ഓരോ ടേമുകളുടെയും സിംഗിൾ ടേമുകളുടെ ആവറേജ് എടുക്കണം. 3യുടെ ആവറേജ് എടുത്താൽ 3 തന്നെയാണ്, 4ൻ്റെ ആവറേജ് എടുത്താൽ 4 തന്നെയാണ്. കോസെക്സിൻ്റെ ആവറേജ് വെറും കോസെക്സ് ആണ്. ഉത്തരം പറ. വെറും കോസെക്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പോൾ എനിക്ക് ഉത്തരം എഴുതാം 3 ആംപിയർ ആണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആവറേജ് വാല്യൂ. ഇനി നമുക്ക് ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ I0/√2 എടുത്താൽ മതി എന്ന് ആലോചിക്കും. പക്ഷേ എന്താ, അത് ഇവിടെ തന്നിട്ടില്ല I0. അതിന് പകരം ഇക്വേഷനാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ നമ്മൾ ആർ എം എസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമേ സ്ക്വയർ ചെയ്യും. 3നെ സ്ക്വയർ ചെയ്യുക, ഇങ്ങനെ ഇരിക്കും 3 സ്ക്വയർ, പ്ലസ് 4നെ സ്ക്വയർ ചെയ്യുക 4 സ്ക്വയർ, കോസ് ഒമേഗ ടിയെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എനിക്ക് എഴുതാം കോസ് സ്ക്വയർ ഒമേഗ ടി. ഇനി ഇവരുടെ ആവറേജ് എടുക്കണം. 3 സ്ക്വയറിൻ്റെ ആവറേജ് 3 സ്ക്വയർ തന്നെയാണ്. 4 സ്ക്വയറിൻ്റെ ആവറേജ് എന്താണ്? 4 സ്ക്വയർ തന്നെ. കോസ് സ്ക്വയർ എക്സിൻ്റെ ആവറേജ് എത്രയാണ് പഠിച്ചത് നമ്മൾ? 1/2. ഇനി ഇവരുടെ റൂട്ട് എടുത്താൽ നമുക്ക് ആർ എം എസ് വാല്യൂ കിട്ടും. സോ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. റൂട്ട് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ബൈ 2. ഇതിനെ സോൾവ് ചെയ്ത് ഉത്തരമായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ തന്നിട്ട് ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കാറുള്ളത്. ഇനി നമുക്കറിയാം, നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്നുണ്ട്. ഒരു വയറിൽ കൂടെ കറണ്ട് ഒഴുകിയാൽ അവിടെ ഹീറ്റ് ജനറേറ്റഡ് ആവും. ജൂൾസ് ലോ വെച്ച് പറയുന്നത് H = I²RT എന്നാണ്. അവിടെ I എന്ന് പറഞ്ഞാൽ ഡി സി വാല്യൂ ആണ്. I എന്ന് പറയുന്നത് അവിടുത്തെ ഡി സി വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അതേ സമയം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആ എ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. I²RT തന്നെയാണ്. അവിടെ I എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ആണ് എന്ന് മാത്രം മറക്കരുത്. I കൊണ്ട് ഉദ്ദേശിക്കുന്ന ആർ എം എസ് വാല്യൂ ആണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ എ സിയുടെ ബേസിക് കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ വരുന്ന എ സി 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് ആണ്. അപ്പോൾ ചോദിക്കും, വീടുകളിൽ വരുന്ന വാല്യൂ എന്ത് വാല്യൂ ആണ്? വീടുകളിൽ വരുന്ന റെഗുലർ കറണ്ടിന് നമ്മൾ ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്നാണ് പറയാറ്. അപ്പോൾ വീടുകളിൽ വരുന്ന പീക്ക് വാല്യൂ എത്രയാണ്? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എം എസ് വാല്യൂ ഇൻറ്റു √2 ചെയ്താൽ മതി. ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ 220 ഇൻറ്റു √2 ചെയ്താൽ 311 വോൾട്ടിനടുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വീടുകളിൽ വരുന്ന ഏറ്റവും മാക്സിമം കറണ്ട് ആർ എം എസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ വീടുകളിൽ വരുന്ന ഏറ്റവും മാക്സിമം കറണ്ട് എത്രയാണ്? 311 വോൾട്ടാണ് എന്ന് വേണം പറയാൻ. അപ്പം അതും ഓർത്തിരിക്കുക. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എ സിയുടെ ബേസിൽ ഹീറ്റ് ജനറേറ്ററിൻ്റെ ബേസിൽ നമ്മൾ കണ്ടൊരു ചോദ്യം, എ ഡയറക്റ്റ് കറണ്ട് ഓഫ് 2 ആംപിയർ എന്ന് വെച്ചാൽ IDC തന്നിട്ടുണ്ട്. അത് 2 ആംപിയർ ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഹാവിങ് മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ പീക്ക് വാല്യൂ ആണ് തന്നിട്ടുള്ളത് 2 ആംപിയർ എന്നുള്ളത്. പീക്ക് വാല്യൂ അല്ല എനിക്ക് വേണ്ടത്, ആർ എം എസ് വാല്യൂ ആണ്. അപ്പോൾ പീക്ക് വാല്യൂ ബൈ √2 എന്നാണ് ഇക്വേഷൻ. കാരണം അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ കൊടുത്താൽ പോരെ, മതി. 2/√2 എന്ന് കിട്ടും. അല്ലെങ്കിൽ √2 ആംപിയർ ആണ് IRMS എന്ന് പറയുന്നത് എനിക്ക് കിട്ടി. ചോദ്യം ഇതാണ്, ദ റേഷ്യോ ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ ദ 2 ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് വിൽ ബി എന്നാണ് ചോദ്യം. ആദ്യത്തെ ആളുടെയും DC മൂലം ഉണ്ടാകുന്നതും AC മൂലം ഉണ്ടാകുന്നതിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം H = I²RT ആണ്. ഇവിടെ ആറും ടിയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാം H പ്രപ്പോർഷണൽ ടു I² ആണ്. അപ്പോൾ ഞാനിവിടെ H1/H2 എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ IDC²/IRMS² എടുത്താൽ മതി. IDCയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ വരും. IRMS സ്ക്വയർ ആകുമ്പോൾ √2ൻ്റെ സ്ക്വയർ വരും. 2 സ്ക്വയർ 4 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. 4/2 അല്ലെങ്കിൽ 2:1 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ വന്നാൽ ഫേസ് ചെയ്യണം. ഇനിയാണ് എ സിയുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം, ദാറ്റ് ഈസ് ദ ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ AC സർക്യൂട്ട്സിലെ വോൾട്ടേജും കറണ്ടിനെയും ഒരു വെക്ടറുകളായി കാണിച്ച്, കണ്ടോ, വെക്ടർ പോലെ കാണിച്ച് അവരുടെ ആംഗിൾ എത്രയാണെന്ന് കാണിക്കുന്ന ഡയഗ്രാമാണ് ഫേസർ ഡയഗ്രാം. അവിടെ വോൾട്ടേജും കറണ്ടും തമ്മിൽ ആംഗിൾ ഉണ്ടെങ്കിൽ, ഇവർ തമ്മിൽ ഈ വോൾട്ടേജ് വെക്ടറും കറണ്ട് വെക്ടറും തമ്മിൽ ആംഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫൈ എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ നോക്കി, ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ടാണ്. അവർ തമ്മിൽ എന്തെങ്കിലും ആംഗുലാർ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫൈ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് പവറിൻ്റെ ഇക്വേഷൻ ആണ്. ഒരു എ സിയിൽ കൺസ്യൂം ചെയ്യുന്ന പവർ, ഇത് നമ്മൾ DC ആയിട്ട് കമ്പയർ ചെയ്താണ് എപ്പോഴും പറയാറ്. അപ്പോൾ നമുക്കറിയാം DC സർക്യൂട്ടിൽ പവർ എഴുതാൻ വേണ്ടി വോൾട്ടേജും കറണ്ടും ഉണ്ടെങ്കിൽ V × I എന്ന് എഴുതും. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് P = VI നമ്മൾ എ സിയിലേക്ക് വരുമ്പോൾ പവർ എഴുതുന്നു. അവിടെ V എന്ന് പറഞ്ഞാൽ VRMS ആണ്, കറണ്ട് എന്ന് പറഞ്ഞാൽ IRMS ആണ്. അവിടെ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജും കറണ്ടും എപ്പോഴും ഒരേ ആംഗിൾ ഡിഫറൻസ് വരണമെന്നില്ല. രണ്ടുപേരും നമ്മൾ ആംഗുലാർ വ്യത്യാസങ്ങളിലാണ്. AC എന്നൊക്കെ പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആണല്ലോ, അവിടെ ആംഗിളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും ആംഗിൾ വ്യത്യാസങ്ങളുണ്ടാവും. സോ VRMS IRMS നമ്മൾ എന്ത് ചെയ്യും? cos φ എന്നൊരു ടേം എഴുതും. ഈ cos φക്ക് പറയുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറയും. കണ്ടോ, അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫുകളുടെ ഇടയിൽ വരുന്ന ഈ ആംഗിളാണ് ശരിക്കും നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്, cos φ എന്ന് പറയും. അപ്പോൾ അതാണ് P = VRMS
IRMS cos phi പവറിൻ്റെ ഇക്വേഷനാണ്. ആവറേജ് പവർ കൺസ്യൂംഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഇക്വേഷൻ കൊടുക്കും? PRMS IRMS cos phi എന്ന് കൊടുക്കും. ഇനിയാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് കോമ്പിനേഷൻസിലേക്ക് വരുന്നത്. സർക്യൂട്ടുകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ, കാരണം സർക്യൂട്ടുകളുടെ ബേസിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ സിംഗിൾ കമ്പോണൻറ്റ് സർക്യൂട്ട്സ് എന്നാണ്. ഏതൊക്കെ സർക്യൂട്ട്സ് വെച്ചാൽ ഒന്ന് റെസിസ്റ്റൻസ് ഉണ്ട്, ഒന്ന് ഇൻഡക്ടർ ഉണ്ട്, ഒന്ന് കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ റെസിസ്റ്ററിനെ പരിചയപ്പെടാം. ഒന്നുമില്ല, നമ്മൾ ആദ്യമേ നമ്മൾ ആരെ കണക്ട് ചെയ്യും? നമ്മുടെ വോൾട്ടേജിൻ്റെ ഇതിനെ കണക്ട് ചെയ്യും, അതിലേക്ക് ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കൊടുക്കും. അപ്പുറത്ത് വോൾട്ടേജിനെ കണക്ട് ചെയ്യും, ഇൻഡക്ടർ സീരീസ് ആയിട്ട് കൊടുക്കും, വോൾട്ടേജിനെ കണക്ട് ചെയ്യും, കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതി V = V0 sin ωt ആണ് വോൾട്ടേജിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ കേസാണ്. റെസിസ്റ്റൻസിന് ഓംസ് ലോ ആണ്, V = IR ആണ്. അപ്പോൾ V = IR വെച്ചിട്ട് എനിക്ക് കറണ്ട് ഇക്വേഷൻ എഴുതാം, I = I0 sin ωt. ജനറൽ ഇക്വേഷനാണ് V = V0 sin ωt, I = I0 sin ωt. റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറയും വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്. ഇവിടെ തൊട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാംസ് വരച്ചു തുടങ്ങുന്നത്. എപ്പോഴും ഫേസർ ഡയഗ്രാം വരച്ച് വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഫേസർ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കറണ്ടിനെ ബേസ് ആക്കി എടുക്കും. കറണ്ടിനെ വേണം എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിൽ ബേസ് ആയിട്ട് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ. ഇനി അടുത്ത വോൾട്ടേജിനെ നോക്കും. വോൾട്ടേജിനെ നോക്കാൻ നേരത്ത് രണ്ടുപേരുടെ ആംഗിൾ സെയിം അല്ലേ? രണ്ടുപേരും ωt ആണ്. അപ്പോൾ വോൾട്ടേജും അവിടെ തന്നെയാണ്. എനിക്ക് വോൾട്ടേജിനെയും അതിൻ്റെ പുറത്ത് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. സോ വോൾട്ടേജും സെയിം ഫേസ് തന്നെ, എനിക്ക് അങ്ങനെ വരയ്ക്കാം. വിയും വരച്ചു, ഐയും വരച്ചു, സെയിം ഫേസ് ആണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ആംഗിൾ വ്യത്യാസമില്ല എന്ന് വെച്ചാൽ അവിടെ φ 0 φ 0 ആണെങ്കിൽ നമുക്ക് എഴുതാം പവർ എന്ന് പറഞ്ഞാൽ VRMS IRMS cos phi എന്നാണ്. അപ്പോൾ cos phi φ 0 ആണെങ്കിൽ cos phi എന്ന് പറഞ്ഞാൽ cos 0 ആണ്, അത് 1 ആണ്. അപ്പോൾ എനിക്ക് VI എന്ന് എഴുതാം. റെസിസ്റ്റേഴ്സിൻ്റെ കേസിലാണ് നമ്മൾ മാക്സിമം പവർ കൺസ്യൂം ആവുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡക്ടറിലേക്ക് വരാം. ഇതേപോലെ തന്നെ പ്രോസസ്സ് സെയിം ആണ്. ഇൻഡക്ടറിൻ്റെ കേസിൽ ഇത്രയും ആലോചിച്ചാൽ മതി, എലി എന്ന് ആലോചിച്ചാൽ മതി. എന്താണ് എലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? E for EMF, L for ലീഡ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്. വോൾട്ടേജ് കറണ്ടിനേക്കാളും ലീഡ് ചെയ്യുന്നു എന്നാണ് എലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡക്ടർ കണക്ഷൻ വരുമ്പോൾ നമ്മൾ വോൾട്ടേജ് നമ്മൾ സാധാ ഇക്വേഷൻ തന്നെ എഴുതും, V = V0 sin ωt. വോൾട്ടേജ് ലീഡ് ചെയ്യാണ്, കറണ്ട് ലാഗിങ് ആണ്. ഇവിടെ ലാഗിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രിയാണ്? π/2 റേഡിയൻ ആണ്. അതുകൊണ്ടാണ് നമ്മളെ കറണ്ട് എഴുതിയത് I0 sin ωt - π/2. ഇതിനൊക്കെ റീസൺസ് ഉണ്ട് കേട്ടോ. പക്ഷേ വൺ ഷോട്ടിൽ പറയുമ്പോൾ നമ്മളിത് പെട്ടെന്ന് പഠിക്കുന്ന രീതിയിൽ നമ്മളിത് പറയുമ്പോൾ അതിൻ്റെ റീസൺസ് പറയുന്നില്ല എന്നേ ഉള്ളൂ. V0 sin ωtയും അതേപോലെ തന്നെ I0 sin ωt - π/2 എന്നാണ്. അപ്പോൾ ഫേസർ എങ്ങനെ വരുമെന്ന് എൻ്റെ കൂടെ ഒന്ന് പറയാമോ? ഫേസറിന് വേണ്ടി നമ്മൾ എപ്പോഴും ആരെയാണ് വരയ്ക്കുക? കറണ്ടിനെ വേണം നിങ്ങൾ ഫേസറിന് വേണ്ടി ബേസ് ആക്കി വരയ്ക്കാൻ വേണ്ടി. വോൾട്ടേജ് ലീഡ് ചെയ്യുകയാണ്, കറണ്ട് പുറകിലാണ്, വോൾട്ടേജ് മുന്നിലാണ്. എത്ര ഡിഗ്രി മുന്നിലാണ്? π/2 റേഡിയൻ മുന്നിലാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് 90 ഡിഗ്രി മാറി വേണം നിങ്ങൾ ആരെ വരയ്ക്കാൻ? വോൾട്ടേജിൻ്റെ ഫേസറിനെ വരയ്ക്കാൻ. ഇതാണ് ഇൻഡക്ടറിൻ്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം വോൾട്ടേജും ഫൈയും തമ്മിലാണെങ്കിൽ ഫൈ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി പവർ എഴുതാം. പവർ P എന്ന് പറഞ്ഞാൽ VI VRMS IRMS cos 90 എന്നാണ്. cos 90 എത്രയാണ്? cos 90 എന്ന് പറഞ്ഞാൽ 0 അതായത് പ്യുവർ ഇൻഡക്ടർ ആയിട്ടുള്ള സർക്യൂട്ടുകളിൽ പവർ കൺസപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള സർക്യൂട്ടുകളെ നമ്മൾ വാട്ട്ലെസ് സർക്യൂട്ടുകൾ എന്നാണ് പറയുന്നത്. എന്ത് സർക്യൂട്ടാണ്? വാട്ട്ലെസ് സർക്യൂട്ട്. പിന്നെ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ വാട്ട്ലെസ് സർക്യൂട്ടൊക്കെ പറഞ്ഞു. നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ ഇൻഡക്ടറിൽ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. എന്താണോ റെസിസ്റ്റൻസ് ചെയ്യുന്നത് അതാണ് ഇൻഡക്ടറിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ചെയ്യുക. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ. L എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കപ്പാസിറ്ററിലേക്ക് വന്നാലോ? കപ്പാസിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻറ്റി എലിയുടെ ഓപ്പോസിറ്റ് ആണ്. എലി എന്താ? EMF ലീഡ് എന്താണ്? ഇലി എന്ന് പറയാം, ILE എന്ന് പറയാം. എന്താണ്? ആൻറ്റി എലിന്നോ ഇളിന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. കറണ്ടാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കറണ്ടാണ് ഇവിടെ. ലീഡും ലാഗ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. π/2 റേഡിയൻ ആണ് ജനറലി സിംഗിൾ കമ്പോണൻറ്റ് സർക്യൂട്ടിൽ ലീഡും ലാഗ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ V = V0 sin ωt ഇക്വേഷന് മാറ്റമൊന്നുമില്ല. അപ്പം കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പം +π/2 എന്ന് വരും കേട്ടോ. ωt +π/2 എന്ന് പറയും. നമുക്ക് ഫേസർ വരയ്ക്കാം, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും ബേസിൽ ആരെ വരയ്ക്കുക? നമ്മളെപ്പോഴും ബേസിൽ കറണ്ടിനെ വേണം വരയ്ക്കാൻ. നമ്മൾ ബേസിൽ പഴയ പോലെ തന്നെ കറണ്ടിനെ വരച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വോൾട്ടേജിനെ വരയ്ക്കണം. ഇളിയാണ്, കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് EMFിനേക്കാളും. EMF പുറകിലാണെന്നർത്ഥം. പുറകിലാണെങ്കിൽ EMFിനെ എവിടെ വേണം വരയ്ക്കാൻ? താഴെ വേണം വരയ്ക്കാൻ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ഫേസർ വന്നത്. ഇവിടെയും ആംഗിൾ എത്രയാണ്? φ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ പവർ എത്രയായിരിക്കും? 0. അപ്പോൾ സിംഗിൾ കമ്പോണൻറ്റ് സർക്യൂട്ടായ കപ്പാസിറ്റർ സർക്യൂട്ടുകളും ഇൻഡക്ടർ സർക്യൂട്ടുകളും വാട്ട്ലെസ് സർക്യൂട്ടുകളാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ ഉണ്ട്. XC = 1/C ω. XC എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അത് ഇത്രയാണ്.
1/c ഒമേഗയാണെന്ന് മനസ്സിലാക്കണം. ഇനി ഇവരുടെ കോമ്പിനേഷൻസ് ആണ്. ഒരു കോമ്പിനേഷൻ പഠിക്കുക, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് മെയിൻ കോമ്പിനേഷൻ പഠിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോ കോമ്പിനേഷൻസ് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഉള്ളത് LCR സീരീസ് സർക്യൂട്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലിനെയും സിനെയും ആറിനെയും എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തു ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും റെസിസ്റ്റൻസിനെയും ഒക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. സീരീസ് ആയതുകൊണ്ട് തന്നെ ആര് സെയിം ആണ്, കറണ്ട് സെയിം ആണ്, പക്ഷേ വോൾട്ടേജ് ഓരോ സ്ഥലത്തും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ വരയ്ക്കേണ്ടത് വോൾട്ടേജിൻ്റെ ഫേസർ ഡയഗ്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം, വോൾട്ടേജിന് നോക്കാം. ഓരോ ഡിഫറൻസ് സീരീസ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഓരോയിടത്തും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. നമുക്ക് ആദ്യമേ ആരെ വരയ്ക്കണം, കറണ്ടിനെയാണ് ബേസിൽ വരയ്ക്കേണ്ടത്. ഞാൻ ആദ്യമേ കറണ്ടിനെ വരച്ചു. ഇനി ആദ്യമേ നമുക്ക് റെസിസ്റ്ററെ നോക്കാം. റെസിസ്റ്ററും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ റെസിസ്റ്ററിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താ? റെസിസ്റ്റർ സർക്യൂട്ടുകൾ എപ്പോഴും സെയിം ഫേസിലായിരിക്കും. അപ്പം കറണ്ട് എങ്ങനെയാണോ അവിടെ തന്നെ എനിക്ക് ആരെ വരയ്ക്കാം, വോൾട്ടേജിനെയും വരയ്ക്കാം. സോ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എപ്പോഴും കറണ്ടിന് പാരലായിട്ട് തന്നെ വരയ്ക്കണം. അടുത്ത ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എലി എന്നാണ് അല്ലേ. എലി എന്ന് പറഞ്ഞാൽ EMF ലീഡ് ചെയ്യുകയാണ്. കറണ്ട് എവിടെയാണോ അതിനേക്കാളും 90 ഡിഗ്രി മുകളിലായിരിക്കും ആര്, ഇൻഡക്ടറിലെ EMF എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 90 ഡിഗ്രി മുകളിലേക്ക് വരയ്ക്കാം. 90 ഡിഗ്രി എന്ത് ചെയ്തു, മുകളിലേക്ക് വരച്ചു. ഇതാണ് നമ്മുടെ ഇൻഡക്ടറിൽ EMF ആയ VL എന്ന് പറയുന്നത് ആണ്. ഇനി കപ്പാസിറ്റർ എന്ന് പറയുമ്പം ഇല്ലിയാണ്. അപ്പോൾ കറണ്ട് ലീഡിങ്ങും വോൾട്ടേജ് ലാഗിങ്ങുമാണ്. വോൾട്ടേജ് ലാഗിങ് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ എനിക്ക് അയാളെ താഴേക്കും വരയ്ക്കാം. ഇതാണ് VC. കണ്ടോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഫേസർ വരയ്ക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു വെക്ടർ മുകളിലേക്കും ഒരു വെക്ടർ താഴേക്കുമാണ്. ഇതിൽ ആരാണോ വലുത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസ് എടുക്കും, സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ആരാണോ വലുത് അവിടെ നിന്ന് എനിക്ക് സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ VL ആണ് വലുതെങ്കിൽ എനിക്ക് VL - VC എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി VL - VC എന്ന് എഴുതി. പിന്നെ ഇവിടെ ഒരു VR ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവായിട്ടാണ് എൻ്റെ നെറ്റ് വോൾട്ടേജ് വരിക. ദിസ് ഈസ് ആംഗിൾ ഫൈ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമ്പിഡൻസ്, അതായത് നമ്മുടെ സാധാരണ ഫേസർ ഡയഗ്രം ഫോർ വോൾട്ടേജ് ഫോർ LCR സർക്യൂട്ട് വരയ്ക്കുന്നത്. ഇതേപോലെ നമുക്ക് ഇമ്പിഡൻസ് ഡയഗ്രം വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ഡയഗ്രമാണ്. എപ്പോഴും നമ്മൾ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആരെ ബേസ് ആക്കി വെക്കണം, കറണ്ടിനെ ഞാൻ ബേസ് ആക്കി വെച്ചു. കറണ്ടിനെ ബേസ് ആക്കി വെച്ചതിന് ശേഷം റെസിസ്റ്റൻസിനെ ഞാൻ എടുക്കാൻ പോവാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെയിം ഫേസ് അല്ലേ, സെയിം ഫേസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസിനെ ഞാൻ സെയിം ഫേസിൽ തന്നെ വരച്ചു, R. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലീഡിങ് അല്ലേ, അപ്പോൾ ഇൻഡക്റ്റൻസിനെ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ എനിക്ക് മുകളിലേക്ക് വരയ്ക്കാം, അതിനെ XL എന്ന് വരയ്ക്കാം. അടുത്ത കപ്പാസിറ്റൻസ് ആണ്, അത് താഴേക്കാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് വരയ്ക്കാം. XLും XCയും ആരാണോ വലുത് നമുക്ക് അതനുസരിച്ച് അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ XL ആണ് വലുതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ മുകളിലേക്ക് XL - XC എന്ന് എഴുതി. താഴേക്ക് ആരാ വരച്ചത്, താഴേക്ക് ഞാൻ R എന്ന് വരച്ചു. ഇവിടെ കറണ്ട് അതേപോലെ തന്നെ വരച്ചു. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് 5. ഇതാണ് ഈ Zഉം Rഉം XLും കൂടെ വരുന്ന ഈ ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. കണ്ടോ? ബേസിൽ R ആണ്, ഹൈറ്റിൽ XL - XC ആണ്, ഹൈപ്പർടെന്യൂസ് ആയിട്ട് വരുന്നത് Z ആണ്. അതിനൊരു ട്രയാങ്കിൾ ആക്കി നമ്മൾ മാറ്റി. ഇവിടെ സാധാരണ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ചോദിക്കുന്നത് ഒന്നെങ്കിൽ ടാൻ ഫൈ എത്രയാണെന്നാണ്. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് XL - XC ബൈ അഡ്ജസൻറ്റ് സൈഡ് R. അതുപോലെ പവർ ഫാക്ടർ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് എങ്ങനെ പറയാം, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, R/Z ആണ്. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ചോദിക്കുക. ഇതാണ് ജനറൽ LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് LCRൽ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ ഫേസർ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ RL സർക്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവർ. RL എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസും ഉണ്ട്, ഇൻഡക്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഫേസർ ഡയഗ്രം വരയ്ക്കാം. ഫേസർ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ കറണ്ടിനെ എടുത്തു. ആദ്യമേ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയാണ് വരിക, റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എവിടെയാണ് വരിക, റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് പാരലായിട്ട് തന്നെ VRനെ വരയ്ക്കാം. പിന്നെ ഇൻഡക്ടറാണുള്ളത്. ഇൻഡക്ടർ എങ്ങോട്ടാണ് വരിക, ഇൻഡക്ടർ മുകളിലേക്കാണ് വരിക. ഇതാണ് VL. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവാണ് എൻ്റെ വോൾട്ടേജ് ആയ V എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഫേസർ ഡയഗ്രം. കണ്ടോ? അപ്പോൾ RL സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈ എന്ന് പറയുന്നത്. ഇനി അവരുടെ ഇമ്പിഡൻസ് ഡയഗ്രം വരയ്ക്കണമെങ്കിൽ ഇങ്ങോട്ട് Rഉം വരും, മുകളിലേക്ക് XLും വരും, ഇവരുടെ ഇതായിട്ട് Z വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇമ്പിഡൻസ് ഡയഗ്രം. ഇനി നമുക്ക് നോക്കാം CR സർക്യൂട്ട്. CR എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസും റെസിസ്റ്റൻസുമാണ്. ഞാൻ അതിൻ്റെ ഫേസർ വരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ കറണ്ടിനെ കാണിച്ചു. കറണ്ടിന് പാരലായിട്ട് തന്നെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞാൻ VRനെ കാണിച്ചു. പിന്നെ ആരാ ഉള്ളത്, ഇനി കപ്പാസിറ്റീവ് വോൾട്ടേജ് ആണ്, കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ്. അത് ലീഡാണോ ലാഗാണോ, കാരണം കപ്പാസിറ്ററിൻ്റെ കേസിൽ എപ്പോഴും അത് ലാഗാണ്, താഴേക്കാണ്. അപ്പോൾ എനിക്കിവിടെ VCയെ കാണിക്കാം. ഇവരുടെ എഫക്റ്റീവാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നെ എനിക്ക് ഇമ്പിഡൻസും വരയ്ക്കാം. ഇത് കറണ്ട് I തന്നെയാണ്. റെസിസ്റ്റൻസ് ഇവിടെ X ആക്സിസ് തന്നെ നമ്മുടെ XC താഴേക്ക് വരും. ഇവിടെയാണ് എൻ്റെ ഇമ്പിഡൻസ് ആയ Z വരിക. അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ഇനി LC സർക്യൂട്ട് നമുക്ക് നോക്കാം. LC എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇല്ല, Lഉം Cയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറണ്ട് ഇങ്ങോട്ടാണ്. ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ലീഡിങ് ആയതുകൊണ്ട് മുകളിലേക്ക് കാണിക്കാം. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ലാഗിങ് ആയതുകൊണ്ട് താഴേക്കും കാണിക്കാം. അപ്പോൾ VLഉം VCയും മുകളിലോട്ടും താഴേക്കും വരും.
ഇനി നമുക്ക് അതേപോലെ നമുക്ക് ഇതിൻ്റെ എഴുതാം. കറണ്ട് ഐ എക്സ് മുകളിലേക്കും വരും, എക്സ് എന്ത് ചെയ്യും, താഴേക്കും വരും. ഇങ്ങനെയാണ് നമുക്ക് ഓരോ സിംഗിൾ സർക്യൂട്ട്സിൻ്റെ കാര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം നോക്കുക. ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആർ ആൻഡ് ഇൻഡക്ടൻസ് എൽ. അപ്പോൾ റെസിസ്റ്റൻസ് ആറും ഉണ്ട്, ഇൻഡക്ടൻസ് എല്ലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ് ഈസ് 200 വോൾട്ട്. കണ്ടോ, അപ്പോൾ നമുക്കിതിനെ ഫേസർ വെച്ച് സോൾവ് ചെയ്താൽ പോരെ? നമുക്കറിയാം കറണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പാരലായിട്ട് തന്നെ വരച്ചു. ഇങ്ങോട്ട് 200 വോൾട്ട് എന്ന് വരച്ചു. ആൻഡ് അക്രോസ് ദ ഇൻഡക്ടൻസ് ഈസ് 150 വോൾട്ട്. ഇൻഡക്ടറിലെ വോൾട്ടേജ് 150 വോൾട്ടാണ്. അതിന് എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? മുകളിലേക്കാണോ താഴേക്കാണോ വരയ്ക്കേണ്ടത്? ഉറപ്പായിട്ടും മുകളിലേക്കാണ് അല്ലേ. മുകളിലേക്ക് ഞാൻ എന്ത് വരച്ചു? ഇൻഡക്ടറിൻ്റെ വോൾട്ടേജിനെ വരച്ചു. സോ ദിസ് ഈസ് 150 വോൾട്ട്, ദിസ് ഈസ് 200 വോൾട്ട്. ചോദ്യം ഇതാണ്, അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണ്? ഇവിടെ നെറ്റ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മുടെ ട്രയാങ്കിൾ അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, പൈതഗോറസ് തിയറം ചെയ്താൽ പോരെ? അപ്പം വെറും സിമ്പിൾ, വേറെ ഇക്വേഷൻസ് നോക്കാൻ നേരെ ഫേസർ ഡയഗ്രത്തിൽ എനിക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √200 സ്ക്വയർ പ്ലസ് 150 സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ, 200 സ്ക്വയറും 150 സ്ക്വയറും. എഫക്റ്റീവ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യണം. മസ്റ്റായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസറിൽ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. LCR സർക്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസിനെ കുറിച്ച് പറയാമെന്ന് ചോദിച്ചാൽ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയി എക്സെല്ലും കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയി എക്സിയും ഈക്വൽ ആവുന്ന സമയമാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ XL = XC എന്ന് എഴുതും. XLൻ്റെ വാല്യൂ L ഒമേഗയാണ്, എക്സിയുടെ വാല്യൂ 1/C ഒമേഗയാണ്. അവരെ റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും 1/√LC. അല്ലെങ്കിൽ സാധാ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π√LC എന്നാണ് നമ്മുടെ വാല്യൂ കിട്ടുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. കാരണം അവരെ L ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും, C ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് അവർ പറയും റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു, റെസൊണൻസ് ഫ്രീക്വൻസിയുടെ മാറ്റം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണ റെസിസ്റ്റൻസിന് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ബന്ധമില്ല, എല്ലിനും സിക്കും മാത്രമേ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ബന്ധമുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് മാറി എന്ന് പറഞ്ഞ് റെസൊണൻസ് ഫ്രീക്വൻസി ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് സാധാരണ നമ്മുടെ റെസൊണൻസിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. കാരണം റെസൊണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസൊണൻസ് കണ്ടീഷനിൽ ഞാനിപ്പം കറണ്ട് വെർസസ് ഇവിടെ ഞാൻ ഫ്രീക്വൻസി വരച്ചു, ഇവിടെ കറണ്ട് വരച്ചു കഴിഞ്ഞാൽ റെസൊണൻസ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം ആയിരിക്കും. അതാണ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരും. ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. അവിടെ കറണ്ടിൻ്റെ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും. ബാക്കി എല്ലാ സമയങ്ങളിലും അതിലും കുറവായിരിക്കും. അതുകൊണ്ടാണ് കർവ് ഇങ്ങനെ വന്നത്. കണ്ടോ, അതാണ് കർവ് എന്ത് ചെയ്തത്, ഇങ്ങനെ വന്നത്. ഒന്ന് ഇങ്ങോട്ടും താഴെയാണ്, ഇവിടെയും താഴെയാണ്. കണ്ടോ, അപ്പോൾ ഈ കർവിനെ അനലൈസ് ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കർവിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് നേച്ചറാണ്, കപ്പാസിറ്റീവ് സൈഡാണ്. കാരണം അവിടെ ആംഗുലാർ ഫ്രീക്വൻസി കുറവാണ്. ആംഗുലാർ ഫ്രീക്വൻസി കുറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കുറവായിരിക്കും. കാരണം XL = L ഒമേഗ എന്നാണ്. ഒമേഗ കുറഞ്ഞാൽ XLും കുറവായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് റീജിയൻ എപ്പോഴും എന്താണ്, കപ്പാസിറ്റീവ് നേച്ചറാണ്. സെക്കൻഡ് റീജിയൻ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ റീജിയൻ എന്ന് പറയുന്നത് ഒമേഗ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് നേച്ചർ ആണെന്നും പറയാം. റെസൊണൻസിനെ കുറിച്ച് അറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നൊരു കാര്യം റെസൊണൻസിൻ്റെ കേസിൽ പറയുന്ന കാര്യമാണ്, VLും VCയും ഈക്വൽ ആയിരിക്കും. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റെസൊണൻസ് കണ്ടീഷനിൽ പറയുന്ന കാര്യം. ഇൻ റെസൊണൻസ് എന്ന് പറയുമ്പം കൊടുക്കുന്ന വോൾട്ടേജ് മൊത്തം ഏതിൻ്റെ അക്രോസ് ആയിരിക്കും, നമ്മുടെ റെസിസ്റ്ററിൻ്റെ അക്രോസ് ആയിരിക്കും. മൊത്തം ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ കാണത്തുള്ളൂ, നമ്മുടെ റെസിസ്റ്റൻസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ മൊത്തം റെസിസ്റ്റൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. VLും VCയിലുള്ള നോക്കിയേ, വോൾട്ട് മീറ്റർ കണക്റ്റഡ് അക്രോസ് VL ആൻഡ് VC വിൽ ഷോ ദ സെയിം റീഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷനാണ്. ഇവിടെ നോക്കിയേ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 2 വോൾട്ട് മീറ്റേഴ്സ് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. VLൻ്റെയും VCൻ്റെയും അക്രോസ് റെസൊണൻസ് ആണ്. VLും VCയുടെ അക്രോസ് സെപ്പറേറ്റ് വോൾട്ട് മീറ്റേഴ്സ് കണക്ട് ചെയ്താൽ എനിക്ക് പറയാം VLും VCയും ഈക്വൽ ആയിരിക്കുമെന്ന് പറയാം. അതേസമയം VLും VCൻ്റെ അക്രോസ് കോമൺ ആയിട്ടാണ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ VL മുകളിലേക്കും VC താഴേക്കുമാണ്, ഒരെണ്ണം ലീഡ് ഒരെണ്ണം ലാഗുമാണ്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ മൊത്തം റീഡിങ് എത്ര, VL - VC ആണ്. VLും VCയും ഈക്വൽ ആയതുകൊണ്ട് ഉത്തരം എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, റെസൊണൻസിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റീഡിങ്സ്. റെസൊണൻസിൻ്റെ കേസിൽ അതായത് സെപ്പറേറ്റ് വോൾട്ട് മീറ്റേഴ്സ് ആണെങ്കിൽ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള റീഡിങ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേസമയം കോമൺ വോൾട്ട് മീറ്റർ ആണെങ്കിൽ റീഡിങ് എത്രയായിരിക്കും, 0 ആയിരിക്കും എന്നറിയണം. പിന്നെ ഈ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജ് മൊത്തം റെസിസ്റ്ററിൻ്റെ അക്രോസ് ആയിരിക്കും. അവിടെ Z എന്ന് പറഞ്ഞാൽ എന്താണ്, R ആണ്. അതാണ് പ്രധാനമായും എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം നോക്കുക, ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ ഇൻ ദ സർക്യൂട്ട് ഷോൺ വിൽ ബി. താഴെ കാണിച്ചിട്ട് സർക്യൂട്ടിലെ അമ്മീറ്ററിൻ്റെ റീഡിംഗ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ XCയും തന്നിട്ടുണ്ട്, XLും തന്നിട്ടുണ്ട്, രണ്ടും ഈക്വൽ വാല്യൂ ആണ്. അപ്പോൾ എനിക്ക് പറയാം XCയും XLും ഈക്വൽ ആണ്. അപ്പോൾ ഇത് റെസൊണൻസ് കണ്ടീഷൻ ആണെന്ന് പറയാം. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റർ എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. കാരണം റെസിസ്റ്ററിൻ്റെ അക്രോസ് മാത്രമേ എന്തുള്ളൂ, നമ്മുടെ മെയിൻ വോൾട്ടേജ് വരുന്നുള്ളൂ. സോ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുത്താൽ മതി. വോൾട്ടേജ് എത്രയാണ്? 110 ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? 55 ആണ്. സോ എനിക്കിവിടെ എഴുതാം 2 ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എഴുതാം. 2 ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. ഇൻ ഫിഗർ വിച്ച് വോൾട്ട് മീറ്റർ റീഡ് 0? ഏത് വോൾട്ട് മീറ്റർ ആണ് 0 റീഡിങ്? റെസൊണൻസ് കണ്ടീഷൻ ആണെങ്കിൽ ഏത് വോൾട്ട് മീറ്റർ ആയിരിക്കും 0 റീഡിങ് കൊടുക്കുക? ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും അക്രോസ് കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന വോൾട്ട് മീറ്റർ. ഇത് നോക്കിയേ, ഇത് ഇൻഡക്ടറാണ്, ഇത് കപ്പാസിറ്ററാണ്. ഇവരുടെ അക്രോസ് കോമൺ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് എന്ത് വരിക? അവിടെ 0 റീഡിങ് വരിക. അപ്പോൾ V2-വിനാണ് ഇവിടെ 0 റീഡിങ് വരിക. അതേസമയം V1-ൻ്റെ റീഡിങ് റെസൊണൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോഴ്സ് വോൾട്ടേജിനോട് ഈക്വലുമായിരിക്കും. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ പറയേണ്ട ഞാൻ സമ്മറൈസ് ചെയ്യാം. XL ഈക്വൽ ടു XC ആണ്, VL ഈക്വൽ ടു VC ആണ്. മൊത്തം വോൾട്ടേജ് റെസിസ്റ്ററിൻ്റെ അക്രോസ് ആണ്. അതേപോലെ തന്നെ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതിയാകും. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുത്താൽ മതിയാകും. ഇനി നമുക്ക് റെസൊണൻസിൽ പഠിക്കേണ്ട അഡീഷണൽ ആയിട്ടൊരു ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഈസ് ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടറിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്തൊരാളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയമെൻഷൻലെസ് ആണ്. ഒന്നെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ്. ഈ റേഷ്യോനെയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്, 1/R × √L/C എന്ന് പറയും. അപ്പോൾ 1/R × √L/C ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്. അതും കൂടെ നോക്കണം. അപ്പം ക്വാളിറ്റി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാമെന്നതാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്നൊരു ടേമാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു 2 പടം കാണിച്ചു തരാം. ഇത് ഒന്നാമത്തെ പടം, ഇത് രണ്ടാമത്തെ പടം. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് റെസൊണൻസ് അച്ചീവ് ചെയ്യുന്ന പോയിന്റ് ω0. ഇതിലേതാണ് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും ഷാർപ്പറായിട്ടുള്ള കർവുകളെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പറയും സെക്കൻഡ് കർവാണെന്ന് പറയും. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനുള്ള ഈ ബാൻഡ് വിഡ്ത്ത് ഉണ്ടല്ലോ, ആ ദൂരമുണ്ടല്ലോ, അതിവിടെ കൂടുതലാണ്. സോ ഇവിടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ ലെസ്സർ ദ ബാൻഡ് വിഡ്ത്ത് മോർ ദ ഷാർപ്പർ അല്ലെങ്കിൽ ഷാർപ്പർ ദ കർവ് എന്ന് പറയും. അപ്പം എത്ര നാരോ ആണോ അത്രയും റെസൊണൻസിലായിരിക്കും, നമുക്ക് അത്രയും പെട്ടെന്ന് ഫൈനായിട്ടുള്ള ട്യൂണിങ് നടക്കും എന്നാണ് ശരിക്കും ക്വാളിറ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നീറ്റിൻ്റെ പ്രീവിയസ് ഇയറായിട്ട് ചോദിച്ച ഈ ചോദ്യം ഒന്ന് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ ട്യൂണിങ് ഓഫ് എൻ LCR സർക്യൂട്ട് എന്നാണ്. ട്യൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഫാക്ടർ എങ്ങനെയാണെന്നാണ്. സോ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/R × √L/C എന്നാണ്. അപ്പോൾ R കുറവായിരിക്കണം, L കൂടുതലായിരിക്കണം, C കുറവായിരിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ R കുറവെന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കുറവ് C-യിലാണ്, L ഇവിടെ ഏറ്റവും കൂടുതൽ C തന്നെയാണ്. C കമ്പാരിറ്റീവ്ലി കൂടുതൽ. ഇത് എല്ലാം ഓക്കെ ആകുമ്പോൾ ഓപ്ഷൻ കറക്റ്റായിട്ട് ഒത്തു വരുന്നത് C കുറവ് ഓപ്ഷൻ C-യിലാണ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു വളരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തുചേരുന്ന ഒരു LCR സർക്യൂട്ടാണ് പറയുന്നത്. നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇൻ ദ LCR സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ, ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും X-ഉം R-ഉം XL-ഉം ഒക്കെ തന്നിട്ടുണ്ട്, V-യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് കണ്ടുപിടിക്കാം? LCR സർക്യൂട്ടിൻ്റെ ഫേസർ വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ? കാരണം ഇവിടെ നോക്കിയാൽ XL-ഉം R-ഉം XC എല്ലാം ഇമ്പിഡൻസ് പോലെ തന്നിട്ടുണ്ട്. ഞാനിവിടെ കറണ്ട് വരച്ചു കഴിഞ്ഞാൽ കറണ്ട് I ആണ്. R-നെ എനിക്ക് എവിടെ വരയ്ക്കാമെന്ന് പറഞ്ഞേ? R കറണ്ടിന് പാരലായിട്ട് വരയ്ക്കാം അല്ലേ? സോ R കറണ്ടിന് പാരലായിട്ട് വരച്ചപ്പോൾ ഇത് 10 ohm ആണ്. XL മുകളിലേക്കാണ്, അപ്പോൾ XL-നെ എനിക്ക് മുകളിലേക്ക് വരയ്ക്കാം, 10 ohm എന്ന് വരയ്ക്കാം. XC താഴേക്കാണത് 20 ohm എന്ന് വരയ്ക്കാം. കണ്ടോ? അപ്പോൾ ഫേസർ വെച്ച് നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി നോക്കിയാൽ ഇത് 10 മുകളിലേക്കും 20 താഴേക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എങ്ങനെ വരയ്ക്കാം? 10ഉം 20ഉം കൂടെ കുറച്ചാൽ 10 കിട്ടും, അത് താഴേക്ക് വേണം വരയ്ക്കാം. 20 - 10 വെക്ടറാണ്, താഴേക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ 10ൻ്റെയും 10ൻ്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 10√2 ആണ്. അപ്പോൾ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 10√2 എന്ന് കിട്ടി. സോ ദിസ് ഈസ് കറണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ Z കിട്ടി. Z എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ വോൾട്ടേജും വരിക. സോ ഇവിടെ നോക്കിയാൽ കറണ്ട് ഇവിടെയാണെങ്കിൽ വോൾട്ടേജ് താഴെയാണ് വരിക. അപ്പോൾ കറണ്ട് ലീഡും വോൾട്ടേജ് ലാഗിങ്ങുമാണ്. അപ്പം ഓപ്ഷൻ 1 പറയുന്നത് കറണ്ട് വിൽ ലാഗ് ദ വോൾട്ടേജ് എന്നാണ്. അത് തെറ്റാണ്. കറണ്ട് ലീഡ് ചെയ്യുകയാണ്, വോൾട്ടേജ് താഴെയാണ്. കാരണം എവിടെയാണ് ഇമ്പിഡൻസ് വരുന്നത് അവിടെയാണ് നമ്മുടെ വോൾട്ടേജും വരിക. അപ്പോൾ അവിടെ എന്താണ്? അത് പുറകിലാണ്. സോ അത് നിങ്ങൾക്ക് ലാഗ് ആണെന്ന് പറയാം. അടുത്ത RMS വാല്യൂ ഓഫ് കറണ്ട് ഈസ് 20√2 എന്നാണ്. നമുക്ക് കറണ്ടിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കാം. സോ കറണ്ടിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി IRMS = VRMS / Z എടുത്താൽ മതി. ഇവിടെ 400 ആണ് പീക്ക് വാല്യൂ. അപ്പം 400 പീക്ക് വാല്യൂ ആണെങ്കിൽ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 400/√2 ആണ്. അപ്പം 400/√2. ഇസഡിൻ്റെ വാല്യൂ ഓൾറെഡി 10√2 എന്ന് കിട്ടി.
സോ ഇവിടെ ഒരു 0 0 വെട്ടിപ്പോയി. ഇത് 40 √2 കിട്ടും. അപ്പോൾ എനിക്ക് 20 ശരിക്കും 20 ആംബിയർ ആണ് ശരിക്കും എന്ത് കിട്ടുക, നമ്മുടെ കറണ്ടിൻ്റെ RMS വാല്യൂ കിട്ടുക. സോ ഇതും തെറ്റാണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos phi ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇത് 10 ഓം ആണ്. ഇത് എത്രയാണ്? 10 √2 ആണ്. ഇതും 10 ആണ്. സോ ദിസ് ഈസ് പവർ ഫാക്ടർ. അപ്പോൾ cos phi എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് 10 ബൈ ഹൈപ്പോടെന്യൂസ് 10√2 വെട്ടിക്കളഞ്ഞാൽ 1/√2 ആണ് പവർ ഫാക്ടർ കിട്ടുക. അപ്പോൾ അതും തെറ്റാണ്. റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 200 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. കറണ്ട് 20 ആണ്, റെസിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ 200 വോൾട്ട്, അത് ശരിയാണ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരമെന്ന് എനിക്കിവിടെ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഫേസർ വെച്ച് നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിലടുത്ത് വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ട്രാൻസ്ഫോമേഴ്സ് നിങ്ങൾക്ക് അറിയാം, പ്രൈമറി സെക്കൻഡറി കോയിലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. സെക്കൻഡറി കോയിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായി എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് VS/VP = NS/NP എന്ന് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്, എഫിഷ്യൻസി എന്ന് പറയും. എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്നാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് ബൈ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട് എന്ന് പറയും. പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട്. പ്രൈമറി വോൾട്ടേജ് VP ആണ്. VP ഇൻറ്റു IP. ഈ രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഇരിക്കുമ്പം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി 1 ആണ്, ഈറ്റ 1 ആണ്. അപ്പോൾ എനിക്ക് എഴുതാം 1 = VS/IS/VP/IP എന്ന് എഴുതാം. അവിടെ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, VP/VS = IS/IP എന്ന് എഴുതാം. ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സിൽ മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റുക. നിങ്ങളുടെ ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി ഉണ്ട്, ഈറ്റ ഇത്ര ശതമാനമാണെന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും VP/VS = IS/IP ഇട്ട് കൊടുക്കരുത്, തെറ്റാണ്. നമുക്ക് ജനറലി ട്രാൻസ്ഫോമേഴ്സിനുള്ളത് ഈ രണ്ട് ഇക്വേഷൻസ് മാത്രമാണ്. ആ ഇക്വേഷൻസ് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. ഇനി ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലോസസ് ആണ്. ഇത്രയും ലോസുകളെ കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്ന് I²R ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ കോപ്പർ ലോസ് എന്ന് പറയും. കോപ്പർ വയറിൻ്റെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഹൈ റെസിസ്റ്റൻസ് വയറുകൾ ഉപയോഗിച്ചാണ് അത് സോൾവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ കോർ സോഫ്റ്റ് അയൺ കോർ ആണ്. അപ്പം അതുമൂലം എഡ്ഡി കറണ്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഡ്ഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ലാമിനേഷൻ ഉപയോഗിക്കും. അതാണ് എഡ്ഡി കറണ്ട് ലോസും അതിൻ്റെ സൊല്യൂഷനും. ഹിസ്റ്റീരിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മാഗ്നറ്റൈസേഷൻ നടക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറയും. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ് അയൺ കോർ പോലെയുള്ള മെറ്റീരിയൽസ് ആണ് ട്രാൻസ്ഫോമേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുമ്പം എല്ലാ ഫ്ലക്സും പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ എത്തണമെന്നില്ല. അപ്പോൾ എല്ലാ ഫ്ലക്സും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും ഒരുപോലെ വൈൻഡ് ചെയ്യും, ഒരേ സ്ഥലത്ത് തന്നെ വൗണ്ട് ചെയ്യും. അതാണ് ശരിക്കും ടു മിനിമൈസ് സെക്കൻഡറി വൈൻഡിങ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ പ്രൈമറി വൈൻഡിങ്. മിനിമൈസ് ചെയ്യാൻ വേണ്ടി സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ്ങിന് അകത്ത് കെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഹമ്മിങ് ലോസ് ആണ്, അത് സൗണ്ട് ലോസ് ആണ്. പ്രോപ്പർ മൗണ്ടിങ് ചെയ്താൽ നമുക്ക് വൈബ്രേഷൻസ് ഒഴിവാക്കാം. അപ്പോൾ AC പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം AC നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. കൂടെ മൈൻഡ് മാപ്സ് മസ്റ്റായിട്ട് നോക്കണം. സോ വിൽ സീ യു സൂൺ ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.